എന്നുള്ളത്. Hallelujah. Hallelujah. We are into the new wine. ഈ 3 ദിവസം നമ്മൾ പുതിയ വീഞ്ഞിനകത്താണ് ആയിരിക്കുന്നത്. You know what is the importance of tomorrow? നാളത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? What Sunday is tomorrow Sunday? നാളത്തെ എന്ത് ഞായറാഴ്ചയാണ്? Feast of Pentecost, the day of Pentecost. Hallelujah. ദിവസമാണ് നാളെ. Costa. Penta means 50th. Costa is always celebration. Pentecosta means 50th day of celebration. പെന്റ എന്ന് പറയുന്നത് 15 എന്നാണ്. കോസ്റ്റ എന്ന് പറയുന്നത് സെലിബ്രേഷൻ എന്നാണ്, ആഘോഷം. അപ്പോൾ 50ാമത്തെ ദിവസത്തെ ആഘോഷം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Why they are celebrating the 50th day of the feast? 50th day. എന്നെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ ഈ പെന്തക്കോസ്ത ദിവസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. It was just a harvest festival. പക്ഷേ എന്നാൽ അത് വെറും ഒരു കൊയ്ത്തിന്റെ ഉത്സവം ഉണ്ടായിരുന്നു. It was just a harvest festival. പക്ഷേ എന്നാൽ അത് വെറും ഒരു കൊയ്ത്തിന്റെ ഉത്സവം മാത്രമായിരുന്നു. Today, എന്നാൽ ഇന്ന് after the coming of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വരവിന് ശേഷം is the harvest of souls. ഇത് ആത്മാവിനെ കൊയ്യുന്ന ദിവസങ്ങളാണ്. Hallelujah. It's the harvest of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൊയ്ത്തിന്റെ ദിവസമാണ്. So I'm excited for tomorrow. ഞാൻ നാളത്തേക്ക് വേണ്ടി വളരെ ആകാംക്ഷയോടാണ് ഇരിക്കുന്നത്. So new wine experience is the experience of Pentecost. പുതുവീഞ്ഞിന്റെ അനുഭവമാണ് പെന്തക്കോസ്ത ദിവസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. No one will talk about the new wine. ആരും തന്നെ പുതുവീഞ്ഞിനെ പറ്റി സംസാരിക്കില്ല. Talk of the town is about the old wine. എപ്പോഴും നഗരത്തിലെ സംസാര വിഷയം പഴയ വീഞ്ഞിനെ പറ്റിയാണ്. If you have got two wines, one has got 20 years old, other one has got 20 days old, which one you will select? ഒരു ദിക്കിൽ നിങ്ങൾ 10 വർഷം പഴക്കമുള്ള ഒരു വീഞ്ഞും 20 ദിവസം മാത്രം പഴക്കമുള്ള ഒരു വീഞ്ഞും കിട്ടിയാൽ നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക? Brother, yesterday I took a decision. I'm not drinking anymore. Please don't force me. Someone is saying that. This is just an example I'm asking. ഇതൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. Okay, 20 days wine is on the left side and 20 years wine is on the right side. Which one you will select? 20 ദിവസം പ്രായമുള്ളത് ഇടതുവശത്തെങ്കിൽ 20 വർഷം പ്രായമുള്ള വീഞ്ഞ് വലതുവശത്തിരിക്കുമ്പോൾ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ എടുക്കുക? More old is more good. ഏറ്റവും പഴയതാണ് ഏറ്റവും വീര്യമുള്ളത്. But Jesus' teaching is different. എന്നാൽ യേശു തന്നെ വേറെ തിരിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. He is teaching about the new wine. യേശു പുതിയ വീഞ്ഞിനെ പറ്റി പഠിപ്പിക്കുന്നു. Jesus knows the old wine is more fermented. യേശുവിന് അറിയാം പഴയ വീഞ്ഞ് ഏറ്റവും ലഹരി പിടിപ്പിക്കുന്നതാണ്, അധികം വീര്യമുള്ളതാണ്. But he is not talking about the old wine. എന്നാൽ അവൻ അതിനെ പറ്റിയല്ല സംസാരിച്ചത്. He is talking about the new wine. പുതിയ വീഞ്ഞിനെ പറ്റിയാണ് സംസാരിച്ചത്. Hallelujah. 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 I will have a new wine experience in the kingdom of God, Jesus says. യേശു പറഞ്ഞു ദൈവരാജ്യത്തിൽ ഞാൻ എൻ്റെ പുതു വീഞ്ഞിന്റെ അനുഭവം എനിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു. This portion you have to turn your attention now. ഇന്ന് ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. Luke chapter 5 verses 37. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 37-ാമത്തെ This is വാക്യം. said by Jesus. ഇത് യേശു പറഞ്ഞ വാക്കുകളാണ്. Luke chapter 5 verses 37. No one puts a new wine into an old wine skins. Otherwise the new wine will be burst and the skin and will be spilled and the skins will be destroyed. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. Here the wineskin is you and me. ഇവിടെ തോൽക്കുടമായിട്ട് നിൽക്കുന്നത് ഞാനും നിങ്ങളുമാണ്. We are the wineskins. നമ്മളാണ് തോൽക്കുടമായിട്ട് നിൽക്കുന്നത്. And the new wine is the New Testament, new doctrine, the new life in Christ. അതായത് പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള പുതിയ നിയമത്തിന്റെ ജീവിതമാണ്. The new life in Christ. യേശുക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ്. Remember who you are here. ആലോചിക്കണം നിങ്ങൾ ഇവിടെ ആരാണെന്നുള്ളത്. You are the wineskins. നിങ്ങളാണ് തോൽക്കുടങ്ങൾ എന്നുള്ളത്. The wineskin has to be new for the new wine. തോൽക്കുടം പുതുക്കപ്പെടണം, കാരണം പുതിയ വീഞ്ഞ് അതിൽ ശേഖരിക്കേണ്ടതുണ്ട്. Jesus is pouring out the new wine. യേശു പുതിയ വീഞ്ഞിനെയാണ് ഒഴുക്കുന്നത്. Old wineskin can't bear it. പഴയ വീഞ്ഞിനും പഴയ തോൽക്കുടത്തിനും ഈ പുതിയ വീഞ്ഞിനെ സ്വീകരിക്കാൻ സാധിക്കും. Say no. Old wineskin can't bear the new wine. പഴയ തോൽക്കുടത്തിനും ഈ പുതിയ വീഞ്ഞിനെ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. Can't. Hallelujah. Cannot. The old wine can't contain in the new wineskin. പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ വെക്കാൻ സാധിക്കുകയില്ല. Hallelujah. You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? Old wineskin is old because of the old wine.
പഴയ വീഞ്ഞ് കാരണമാണ് ആ പഴയ തോൽക്കുടം പഴയതായി തന്നെ ഇരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. It is already fermented inside and the wineskin is very light and thin. വളരെ വീഞ്ഞുമായി പഴയതായത് കൊണ്ട് തന്നെ ആ തോൽക്കുടം വളരെ നേർത്തതായി മാറിപ്പോയി. Hallelujah. ഹല്ലേലൂയ. The layer is very light. അതിന്റെ തോൽക്കുടങ്ങൾ മുഴുവൻ വളരെ കട്ടി കുറഞ്ഞ് It has നേർത്തതായി. no capacity to receive one more wine's power. ഒരു New wine's power. ഒരു പുതിയ വീഞ്ഞിന്റെ ശക്തിയുടെ അല്ല വീര്യം കൂടെ താങ്ങാനുള്ള ശേഷി ആ പഴയ തോൽക്കുടത്തിനില്ല. Say it. പുതിയ വീഞ്ഞിന്റെ വീര്യം കൂടെ താങ്ങാനുള്ള ശേഷി ആ പഴയ തോൽക്കുടത്തിനില്ല. So the new wine always seeking a new wine skin. അപ്പോൾ പുതിയ വീഞ്ഞ് എപ്പോഴും പുതിയ തോൽക്കുടത്തിന് വേണ്ടി തപ്പി നടക്കുകയാണ്. We have to be the new wine skin to receive the new wine. നമ്മൾ പുതിയ തോൽക്കുടമായി മാറണം പുതിയ വീഞ്ഞിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ. Hallelujah. ഹല്ലേലൂയ. What is the context Jesus is talking about? യേശു ഇവിടെ പറയുന്ന സാഹചര്യം എന്താണ്? The discussion is about fasting. ഇവിടെ ഉപവാസത്തെ പറ്റിയാണ് യേശു ഇവിടെ പറയുന്നത്. Verse 33. 33-ാമത്തെ വാക്യം. Listen. The question about baptism, question about fasting. ഉപവാസത്തെ പറ്റിയാണ് അവിടെ ചോദ്യം ഉയരുന്നത്. The question is regarding fasting. ഉപവാസത്തെ പറ്റിയാണ് ഇവിടെ ചോദ്യം What ഉയരുന്നത്. is the problem? എന്താണ് ഇവിടെ പ്രശ്നം? During the Sabbath day, സാബത്തിന്റെ ദിവസം when they're walking through the fields, അവിടെ വയലിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ disciples started plucking ശിഷ്യന്മാർ the grain of wheat. ഗോതമ്പിന്റെ കതിര് പറിച്ച് തിന്നാൻ തുടങ്ങി. And they said, what your disciples are doing now? അപ്പോൾ അത് കണ്ട യഹൂദർ ചോദിച്ചു, നിങ്ങളുടെ ശിഷ്യന്മാർ Today is the day of fasting. ഇന്ന് ഫാസ്റ്റിംഗ് ഉപവാസത്തിന്റെ Why ദിവസം your disciples are breaking the Sabbath? എന്തുകൊണ്ടാണ് സാബത്തിന്റെ നിയമം ഇവർ തെറ്റിക്കുന്നത്? Hallelujah. ഹല്ലേലൂയ. Are you against the Sabbath? നീ സാബത്തിനെതിരാണോ എന്ന് ചോദിച്ചു. This is the one context. ഇതാണ് ഒരു സാഹചര്യം എന്ന് And the പറയുന്നത്. second context, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് this is asked to Jesus. ഇത് യേശുവിനോട് ചോദിച്ചതാണ്. John's disciple is fasting. The disciples of Pharisees frequently fast and pray. But your disciples always eat and drink. യോഹന്നാന്റെ ശിഷ്യർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെ ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യർ തിന്നു കുടിച്ച് നടക്കുന്നു. Eating and drinking. തിന്നു കുടിച്ച് and drink. Eat and drink. Why your disciples always eating and drinking? എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ തിന്നു കുടിച്ച് എപ്പോഴും നടക്കുന്നത്? Hallelujah. ഹല്ലേലൂയ. Pharisees disciples are fasting. ഫരിസേയരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. Even Sadducees are fasting. സദുക്കായർ ഉപവസിക്കുന്നു. Even the other groups are fasting. മറ്റു സംഘങ്ങൾ John's disciples fast often. യോഹന്നാന്റെ ശിഷ്യന്മാർ വരെ ഉപവസിക്കുന്നു. But do your disciples always eating and drinking? എന്നാൽ നിന്റെ ശിഷ്യന്മാർ എപ്പോഴും തിന്നു കുടിച്ച് നടക്കുകയാണ്. No problem. You are okay. I have to be okay, man. Eating and drinking. Your disciples eating and drinking. നിന്റെ ശിഷ്യന്മാർ എപ്പോഴും തിന്നു കുടിച്ച് നടക്കുന്നു. Eat and drink. തിന്നു കുടിച്ച് നടക്കുന്നു. Hallelujah. ഹല്ലേലൂയ. See, this is they saw Jesus' doctrine as a new wine. That's why this question arised. Otherwise, old teaching and teaching of Jesus has no difference. Then there is no relevancy of this question. യേശു പഠിപ്പിക്കുന്ന പുതിയ വീഞ്ഞിന്റെ പഠിപ്പീരും പഴയ കാര്യങ്ങളും തമ്മിൽ വ്യത്യാസം അവർ കണ്ടു. അതുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി ചോദിക്കേണ്ടി വന്നത്. Otherwise, there is no chance for this question. അല്ലാന്നുണ്ടെങ്കിൽ അവർ അനുഷ്ഠിച്ചു വന്ന അതേ രീതി തന്നെയാണ് യേശു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം അവർക്ക് ചോദിക്കേണ്ട ആവശ്യം If the വരില്ലായിരുന്നു. disciples of Jesus and Pharisees are practicing the same, there is no relevancy of this question. ഫരിസേയരുടെ ശിഷ്യന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും ഒരേ കാര്യം തന്നെ അന്വേഷിച്ച് പോന്നിരുന്നെങ്കിൽ ഈ ചോദ്യം അവിടെ ചോദിക്കേണ്ട The കാര്യമില്ല. disciples of Jesus is totally different from any other sect. മറ്റ് എല്ലാവരെയും കാൾ യേശുവിന്റെ ശിഷ്യന്മാർ വളരെ വ്യത്യസ്തരായിരുന്നു. They used to eat during Sabbath. സാബത്തിന്റെ ദിവസങ്ങളിൽ അവർ ഭക്ഷണം കഴിച്ചു. They used to eat and drink. തിന്നു കുടിച്ച് അവർ നടന്നു ആ ദിവസങ്ങളിൽ. Hello. I know you're very happy when you see here eating and drinking. Now you have to wait for 1 o'clock, okay? Hallelujah. ഹല്ലേലൂയ. Eating. എപ്പോഴും തിന്നോണ്ടിരിക്കുക. So Jesus said, യേശു പറഞ്ഞു, this is the context Jesus is bringing. യേശു ഈ സാഹചര്യമാണ് കൊണ്ടുവരുന്നത്. You are trying to put the new wine into the old wine skin. അങ്ങനെ പറഞ്ഞവരോടാണ് യേശു പറയുന്നത്, നിങ്ങൾ പഴയ തോൽക്കുടത്തിലേക്ക് പുതിയ വീഞ്ഞിനെ കൊണ്ടുവരാനാണ് Tell നോക്കുന്നത്. me, what is the new wine here? എന്താണ് ഇവിടുത്തെ പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത്? The doctrine of Jesus. യേശുവിന്റെ പഠിപ്പീരാണ്. What is the old wine skin here? എന്താണ് പഴയ തോൽക്കുടം എന്ന് പറയുന്നത്? The practices of Pharisees. ഫരിസേയർ അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങളാണ്. It is not two.
അത് രണ്ടും ഒന്നല്ല. It is what? No, it is not one. It is two. അത് രണ്ടും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. Say it. It is not one. അത് രണ്ടും ഒന്നല്ല. The teaching of Jesus യേശുവിന്റെ പഠിപ്പീരും and the practice of the religions are not one. മതത്തിന്റെ അനുഷ്ഠാനങ്ങളും തമ്മിൽ രണ്ടും ഒന്ന് തന്നെ അല്ല. Hallelujah. ഹല്ലേലൂയ. It's not one. രണ്ടും ഒന്നല്ല. Maybe certain extent you will feel like this is same. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സമയം വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം രണ്ടും ഒരുപോലെ. But it is not one. പക്ഷെ അത് ഒരിക്കലും ഒന്നാവില്ല. It is two different things. രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ തന്നെയാണ്. That's why I'm telling you. അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ഇത് പറയുന്നത്. Every Jew will speak about the old wine. എല്ലാ യഹൂദരും പഴയതിനെ പറ്റി സംസാരിക്കുന്നു. But Jesus was speaking about the new wine. എന്നാൽ യേശു പുതിയതിനെ പറ്റി സംസാരിക്കുന്നു. Every Jew was after the old wine. എല്ലാ യഹൂദരും പഴയ വീഞ്ഞിന്റെ പുറകെ പോകുമ്പോൾ Jesus is after the new wine. യേശു പുതിയ വീഞ്ഞിന്റെ പുറകെ പോയി. What is the difference between old wine and new wine? Jesus gave. എന്തുകൊണ്ടാണ് യേശു പറയുന്ന പഴയ വീഞ്ഞിന്റെ പുതിയ വീഞ്ഞിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്? Listen. വളരെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. Listen very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. You will have old wine, then you will feel you are drunk. You will have old wine, then you will feel that you are drunk. നീ പഴയ വീഞ്ഞ് കുടിച്ചാൽ നീ ഉന്മത്തരായി നിൽക്കുന്ന പോലെ നിനക്ക് തോന്നാം. You are drunk, drunkenness or the feel of drunk is based on the wine. നീ നിന്റെ ലഹരി എന്ന് പറയുന്നത്, നീ അനുഭവിക്കുന്ന ലഹരി എന്ന് പറയുന്നത് നീ കുടിച്ച വീഞ്ഞിനെ അനുഭവിച്ചായിരിക്കും ഇരിക്കുന്നത്. That's why old wine is required. അതുകൊണ്ടാണ് പഴയ വീഞ്ഞ് ആവശ്യമാവുന്നത്. Hallelujah. ഹല്ലേലൂയ. But this new wine, എന്നാൽ ഈ പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത്, without even drinking you will be kicked. നീ കുടിച്ചില്ലെങ്കിൽ തന്നെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ നീ കിക്കായി മാറും. It is not based on the fermentation. ഇത് വീര്യം അനുഭവിച്ചല്ല ആയിരിക്കുന്നത്. It is not, the feel is not based on the fermentation. നീ അനുഭവിക്കുന്ന ലഹരി ഇതിന്റെ വീര്യത്തെ അനുഭവിച്ചല്ല ഇരിക്കുന്നത്. It is from where you are having it. ഇത് എവിടെ നിന്ന് നീ കുടിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാര്യം. Yes. Say it. നീ കുടിച്ച വീഞ്ഞിന്റെ വീര്യം, നീ ഏത് വീര്യമുള്ള വീഞ്ഞ് കുടിച്ചു എന്നതിനെ പറ്റിയല്ല ഇരിക്കുന്നത്. നീ എവിടെ നിന്നാണ് നിനക്ക് ഈ വീഞ്ഞ് കിട്ടിയതെന്നും ആരാണ് ഈ വീഞ്ഞ് നിനക്ക് തന്നതെന്നും അനുഭവിച്ച് ആ വീഞ്ഞ് കുടിക്കുന്നതിന്റെയാണ് വീര്യത്തിന് വ്യത്യാസം ഉണ്ടാവുന്നത്. The wedding of Cana. കാനായിലെ കല്യാണത്തിൽ Jesus can easily order old wine. യേശുവിനെ നിസാരമായിട്ട് പഴയ വീഞ്ഞിനെ സ്വീകരിക്കാമായിരുന്നു. He can order old wine. പഴയ വീഞ്ഞിനെ Shortage of wine is there. Come on, bring it. Jesus can say it. യേശുവിനെ ഉറപ്പായിട്ടും ഇങ്ങനെ പറഞ്ഞ് വിളിച്ചു വരുത്തായിരുന്നു. Even Mother Mary, I am thinking why Mother Mary is approaching this man for wine. ഞാൻ വിചാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ യേശുവിന്റെ അടുത്ത് പോയി വീഞ്ഞിന് വേണ്ടി പറഞ്ഞതെന്നുള്ളത്. Is he a wine biber? Is he making wine in the house? അതെ, അദ്ദേഹം യേശു വീഞ്ഞുണ്ടാക്കുന്നവനാണോ? He has wine in his house? അവന്റെ വീട്ടിൽ വീഞ്ഞുണ്ടോ? That's not the meaning. അതല്ല അതിന്റെ അർത്ഥം. Then in this case, why Mother Mary is approaching Jesus? എന്തുകൊണ്ടാണ് മറിയം, പരിശുദ്ധ മറിയം instead of approaching the suppliers? അത് കൊടുക്കുന്ന വേലക്കാരുടെ അടുത്ത് പോവാതെ എന്തുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് പോയി? Hallelujah. Son, they have shortage of wine. മകനെ, അവർക്ക് വീഞ്ഞില്ല. Why approaching Jesus? എന്തുകൊണ്ടാണ് യേശുവിനെ മറിയം പോയി പരിചയപ്പെട്ടത്? Instead of going to the suppliers of the wine. വീഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്ന വേലക്കാരുടെ അടുത്ത് പോവാതെ. Remember very carefully. വളരെ ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം. Jesus and Mother Mary knew this. യേശുവിനും മറിയത്തിനും ഇത് അറിയാമായിരുന്നു. He is the true wine. അവനാണ് യഥാർത്ഥ വീഞ്ഞെന്നുള്ളത്. He is the true wine. അവനാണ് സത്യമായ വീഞ്ഞെന്നുള്ളത്. Come on, you are not getting into the point. Hallelujah. You are not with me. How many appam you had? Tell me the truth. How many appam you had today this morning? 3? 2. 4? 2. I saw you are stealing others' egg today. Hallelujah. Hallelujah. Tell me this. Hallelujah. Hallelujah. Jesus is the true wine. യേശുവാണ് യഥാർത്ഥമായ വീഞ്ഞ്. This you will be receiving from where? നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? John chapter 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. Hallelujah. There Jesus is teaching this. യേശു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. John chapter 15. യോഹന്നാന്റെ സുവിശേഷം 15-ാം Read it. It's very powerful. I am the true wine. The first word of John chapter 15. യോഹന്നാന്റെ 15-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം തന്നെ അതാണ്. Read it. See this. All of you read it. I am the true wine. I am the true wine. You had fake wine, but I am the true wine. You are after the old wine, but I am the true wine. True wine.